need to clear my head. Oh, clear my head. I just need to clear my head. ഹലോ മച്ചന്മാരെ, നമസ്കാരം. പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീച്ചറിനെ കുറിച്ചാണ്. ഫിംഗർ ലോക്ക്. iOS-ലൊക്കെ നേരത്തെ വന്നൊരു അപ്ഡേഷനാണിത്. ഇപ്പോഴാണ് ആൻഡ്രോയിഡിനത് വന്നത്. ഇതെടുക്കാനായിട്ട് നമ്മൾ ആദ്യം സെറ്റിങ്സിലേക്ക് കയറുക. സെറ്റിങ്സിൽ നിന്നും അക്കൗണ്ട്, പ്രൈവസി സ്വൈപ്പ് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫിംഗർപ്രിൻറ്റ് ലോക്ക് എന്ന്. ഇനി ഈ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിലില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങളുടെ ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോഴത്തേനും നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഈ അപ്ഡേഷൻ ലഭിക്കും. വാട്സപ്പ് ആൻഡ്രോയിഡിലോട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേഷനാണിത്. നിങ്ങൾ നേരത്തെയും ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെയൊക്കെ ഫിംഗർപ്രിൻറ്റ് ലോക്ക് യൂസ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഡീഫോൾട്ടായിട്ട് തന്നെ വാട്സപ്പിലെ ഫിംഗർപ്രിൻറ്റ് യൂസ് ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഫാസ്റ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ ഫോണിനെ ഒരു തരത്തിലും സ്ലോ ആക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഫീച്ചർ. രണ്ടാമത്തത്, ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വാട്സപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ലോക്ക് വരാൻ കുറച്ച് സമയമെങ്കിലും എടുക്കും, കുറച്ച് മില്ലി സെക്കൻഡുകളെങ്കിലും എടുക്കും. ആ ഒരു ടൈം ഡിഫറൻസ് ഡീഫോൾട്ട് ലോക്കിൽ ഉണ്ടായിരിക്കുന്നതല്ല. വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ സെറ്റിങ്സ് എടുക്കുക, അക്കൗണ്ട് എടുക്കുക, അവിടെ പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഏറ്റവും താഴേക്ക് പോവുക, അവിടെ ഫിംഗർപ്രിൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, അത് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും: ഇമ്മീഡിയറ്റ്ലി, ആഫ്റ്റർ 1 മിനിറ്റ്, ആഫ്റ്റർ 30 മിനിറ്റ്സ് എന്നുള്ളത്. ഇതിൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾ വാട്സപ്പ് യൂസ് ചെയ്ത് അത് മിനിമൈസ് ചെയ്തിട്ട് വീണ്ടും വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫിംഗർപ്രിൻറ്റ് ചോദിക്കും. അഥവാ ഇനി 1 മിനിറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 മിനിറ്റത്തേക്ക് നിങ്ങൾ മിനിമൈസ് ചെയ്തിട്ടാലും വാട്സപ്പ് മിനിമൈസ് ചെയ്ത് ഇട്ടിട്ടെടുത്താൽ തന്നെയും വാട്സപ്പ് അൺലോക്ക് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ 30 മിനിറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ 30 മിനിറ്റത്തേക്ക് വാട്സപ്പ് അൺലോക്ക് ആയിരിക്കും. അതിനുശേഷം ഫിംഗർപ്രിൻറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് കാണാൻ സാധിക്കുന്നത് ഷോ കണ്ടൻറ്റ് ഇൻ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ചാറ്റ് വരും. അത് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നോട്ടിഫിക്കേഷനും ഹൈഡായിരിക്കും. കൂടുതൽ സെക്യൂരിറ്റി വേണമെങ്കിൽ അത് അൺചെക്ക് ചെയ്യുക. iOS-ലൊക്കെ നേരത്തെ വന്നൊരു ഫീച്ചറാണ്, ഇപ്പോഴാണ് ഇത് ആൻഡ്രോയിഡിലേക്ക് എത്തിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി കണ്ടുവിടുന്നവരെ ബൈ.